എടാ പിള്ളേരെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് വന്നേക്കാണ്. ഞാനും ഉണ്ട്, തോമസ് സാറും ഉണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുമ്പോൾ ഈ SSC ക്ലാസ്സിലാണെങ്കിലും സാറേ PSC ക്ലാസ്സിലാണെങ്കിലും നമ്മൾ സ്ഥിരം കാണുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നറിയാം. കുറെ ആൾക്കാർക്ക് പറയാം ഞങ്ങൾക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനാണ്, കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. ബാക്കി കുറച്ച് ആൾക്കാർ വരുന്നതാണ് ഞങ്ങൾക്ക് ഗുണിക്കാൻ അറിയത്തില്ല, ഞങ്ങൾക്ക് ഹരിക്കാൻ അറിയത്തില്ല. ഇത് സ്ഥിരം കേട്ട് എടാ സ്കൂളിൽ, അതായത് ഇപ്പൊ 5ലും 6ലൊക്കെ പഠിക്കുന്ന നമ്മള് അല്ലെ, നമ്മളെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ടൈമിലേക്ക് ഗുണിക്കാൻ ഹരിക്കാൻ എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുന്നത് സെറ്റ് ആവുന്നത്. പക്ഷെ അവിടെ തൊട്ടേ PSCക്കും SSCക്കും പഠിക്കുന്ന ആൾക്ക് അവർക്ക് PSCക്ക് ഒരു ജോലി വേണം, അല്ലെങ്കിൽ SSCക്ക് ഒരു ജോലി വേണം. അവർക്ക് എന്താണ് സോഷ്യൽ സയൻസും ബാക്കി ഹിസ്റ്ററിയും ജോഗ്രഫി എല്ലാം സെറ്റാണ്. പക്ഷെ കണക്കിലോട്ട് വരുമ്പോൾ ഈ ബേസിക്സ് ഇല്ലാത്തതിന്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്നവരായിരിക്കും കടയിൽ പോകുന്നത്. അതെ, കടയിലൊക്കെ പോയി സാധനം മേടിക്കാൻ പോകുന്നവർക്ക് അറിയാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ് സെറ്റ് ചെയ്യാൻ പോകും. നമ്മൾ ഇന്നുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഏറ്റവും ബേസിക്, ഇതിൽ വേറെ ഒന്നുമില്ല, വലിയ വലിയ ആനക്കാര്യങ്ങളൊന്നുമില്ല, ബേസിക്സ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി അറിയാമെങ്കിൽ നിങ്ങൾ ഇത് കാണണമെന്ന് നിർബന്ധമില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ, നോക്കിയോ, ഏറ്റവും ബേസിക്കലായിട്ട് അല്ലേ സാറേ, അതെ, പട്ടിക ടേബിൾ അറിഞ്ഞിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 മുതൽ 10 വരെയുള്ളത് മിനിമം അറിഞ്ഞിരിക്കണം. അത് ചൊല്ലി 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 തന്നെ പഠിക്കാം. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ 10ാം ക്ലാസ് വരെ ആണെങ്കിൽ ഇത് തന്നെ ചെയ്ത് പൊക്കോണ്ടേ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് ഓരോ ഒരു 90% ഇത് കാണുന്നവർക്ക് അറിയാതിരിക്കും. ബാക്കി പക്ഷെ അറിയാത്തവരും ഉണ്ട്. അവരെങ്കിലും എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ഇത് പഠിച്ചേ പറ്റൂ. പഠിക്കാതെ ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇതില്ലാതെ നടക്കത്തില്ല. ഇത് മിനിമം ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലി പഠിക്കണം. ഇപ്പം ചൊല്ലി പഠിക്കുക എന്ന് പറഞ്ഞാൽ 1 × 1 = 1 അങ്ങനല്ല പഠിക്കണ്ടേ. ഓരോന്ന് 1, 1 2 2, 1 3 3, 1 4 4 അങ്ങനെ വേണം ചൊല്ലി പഠിക്കാൻ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ 2ന്റെ ടേബിൾ 1 2, 2 4, 3 6, 4 8 അങ്ങനെ തന്നെ ചൊല്ലി പഠിക്കുക. കാരണം അതാണ് സ്പീഡിൽ ചൊല്ലി പഠിക്കുക. ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി പഠിക്കുക. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക. ഏതാണ് കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ചിലരുണ്ട് ഇപ്പൊ 5ന്റെ ടേബിൾ പറയാൻ പറഞ്ഞാൽ 5 1 * 5, 5 2 * 10, 5 3 * 15 എന്നും പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ചൊല്ലി പഠിക്കുന്നവരുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും പഠിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിച്ചോ. 10 വരെ മിനിമം പഠിച്ചിരിക്കണം, മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് 9 × 7 പെട്ടെന്ന് വെച്ച 63 പെട്ടെന്ന് വായി വരണം. അവിടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാ താളത്തിൽ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇത് ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റണം. അതിനൊന്നുമില്ല, എഴുതി 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 തന്നെ പഠിക്കണം, വേറെ വഴിയില്ല. ഇനി സാറേ 10 വരെ കഴിഞ്ഞു. പക്ഷേ പറഞ്ഞോ 11 തൊട്ട് 20 വരെ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ SSCക്ക് പഠിക്കുന്നവരാണെങ്കിൽ SSC സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണോ നിങ്ങൾ പഠിക്കുന്നത്, മസ്റ്റായിട്ടും 11 തൊട്ട് 20 വരെ പഠിക്കുക. ഇനി PSC ആയിക്കോട്ടെ, പഠിക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പം സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, 11 മുതൽ 20 വരെ പഠിക്കണം. ഇച്ചിരി പാടായിരിക്കും. 11 എളുപ്പമാണ്, 12 തൊട്ട് ഒരു 20 വരെ. 20 എളുപ്പമാണ്, 12 മുതൽ 19 വരെയാണ് പണി കിട്ടാൻ പോകുന്നത്. അത് വളരെ ഫോക്കസ് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. കുറച്ച് സമയം എടുക്കും. ഡെയിലി ഒരു ടേബിൾ എന്ന രീതിയിലുള്ള പഠിച്ചാൽ 8 ദിവസം കൊണ്ട് 12 തൊട്ട് 19 സുഖമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. 24നെ 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം പറയാൻ പോകുന്നത്. 24നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ആദ്യം നോർമൽ ആയിട്ടുള്ള വഴി കാണിച്ചു തരാം, പിന്നെ എങ്ങനെ സ്പീഡ് ചെയ്യാമെന്ന് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ നോക്കിയാൽ നോർമൽ ആയിട്ട് എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുന്നത്. എടാ പിള്ളേരെ, ഇത്രയേ ഉള്ളൂ. 24 × 12 ശരിയല്ലേ? ഇങ്ങനെ നേരെ അങ്ങോട്ട് നേരെ താഴെ അങ്ങോട്ട് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ 2 × 4 അത് 8. ശരിയാണോ? 8 എന്ന് പറഞ്ഞ സിംഗിൾ ഡിജിറ്റ്, ഒറ്റ ഡിജിറ്റ് ആണ്. അത് നേരെ താഴോട്ട് എഴുതി. അടുത്തത് ചെയ്യേണ്ടത് ആരെ തമ്മിലാണെന്നറിയാമോ? ഈ 2നെയും കൂടി ഇൻറ്റു ചെയ്യണം. അതായത് താഴത്തെ ഒരു ഡിജിറ്റ് കൊണ്ട് മുകളിലത്തെ 2 പേരെയും ഇൻറ്റു ചെയ്യണം. 2 × 4 8, 2 × 2 എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. ഓക്കെ ആണേ, കഴിഞ്ഞു. ഇനി അവിടെ വേറെ നമ്പറൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പിൽ ഇനി 2 കൊണ്ട് 2 പേരെ ഇൻറ്റു ചെയ്തു. ഇനി താഴെയുള്ള 1 കൊണ്ടും 2 പേരെ ഇൻറ്റു ചെയ്യണം. നോക്കിക്കോണേ, 1 × 4 ആദ്യം ചെയ്യണം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം ചെയ്തു വരാൻ. അപ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. 1 × 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. അത് എഴുതേണ്ടത് എവിടാണെന്ന് അറിയാവോ? അവസാനം എഴുതിയേക്കുന്ന 8ന്റെ താഴെ കൊണ്ട് എഴുതരുത്. അതിന് തൊട്ട് ഒരു ഡിജിറ്റ് ഇപ്പുറത്തേക്ക് മാറി ഇവിടോട്ട് എഴുതുക. 1 × 4 4. ഇനി അടുത്ത 1 കൊണ്ട് ഇനി 2നെ ഇൻറ്റു ചെയ്യുക. 1 × 2 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. അത് ആ 4ന്റെ ഇപ്പുറത്ത് എഴുതുക, ലെഫ്റ്റ് സൈഡിൽ. ഇനി ഒരു വരെയും കൂടെ. ഇനി അവിടെ നമ്പേഴ്സ് ഒന്നുമില്ല. ആ 8 നേരെ താഴോട്ട് ഇറക്കി എഴുതി. 4 + 9 ഈ എല്ലാം ഇവരെ തമ്മിൽ അങ്ങ് പ്ലസ് ചെയ്യാൻ പോകും. 4 4 കൂടെ കൂട്ടിയാൽ നമുക്കറിയാം 8 ആണ്. ബാക്കി 2 അതുപോലെ താഴോട്ട് ഇറക്കി.
എത്ര കിട്ടി? 288. ഒന്നുകൂടെ നോക്കിക്കോ. 2 ഇൻറ്റു താഴത്തെ 2 ഡിജിറ്റ് കൊണ്ട് മുകളിലെ 2 ഡിജിറ്റിനെയും പ്രത്യേകം ഇൻറ്റു ചെയ്യുക. 2 കൊണ്ട് 2 പേര് 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 4 1 4 4 1 2 2. കണ്ടോ, ടേബിൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാ 8 താഴോട്ടിറക്കി, 4 + 4 8 2 ഇറക്കി. 288 ആണ് ഫൈനൽ ആൻസർ. സെറ്റാണോ? അടിപൊളിയാണോ? പക്ഷേ ഇത് പറയാനായിട്ടൊരു ട്രിക്കും കൂടെ. നിങ്ങൾ 12 ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നോർമലി ചെയ്യേണ്ട ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യേണ്ട കേസുകളിലെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാം. പക്ഷെ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു, ഒരു PSCയുടെ എക്സാം ആണ് ഇരിക്കുന്നു, അല്ലെങ്കിൽ SSCയുടെ എക്സാം ആണ് ഇരിക്കുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കത്തില്ലേ? അപ്പൊ നിങ്ങൾ 12 ടേബിൾ നോക്കി 24 × 12 ഒന്നേ നിങ്ങൾക്ക് 24 ടേബിൾ അറിയണം, അല്ലെങ്കിൽ 12 ടേബിൾ അറിയണം. ഇതിലേതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതിയല്ലോ. 12 ടേബിൾ നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഒറ്റയടിക്ക് മൈൻഡ് നോക്കി ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുക്കുക, 12 സെറ്റ് ചെയ്യുക, 12 ഫിക്സ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ 4 വട്ടം ഗുണിക്കുക. 12 × 4 ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. 12 4 48, 8 അങ്ങോട്ട് എഴുതുക. ആ യൂണിറ്റ് ഡീറ്റ് മാത്രം എഴുതുക. ആ 4 നിങ്ങൾ മനസ്സിലങ്ങ് ഓർത്ത് വെച്ചേക്കുക. വേണമെങ്കിൽ ഇവിടെ ചുമ്മാ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചത് 4 നിർബന്ധമില്ല. 12 4 48, 8 എഴുതുന്നു, 4 മൈൻഡിൽ പോകുന്നു. അതെല്ലാം മൈൻഡിന്റെ കളി കേട്ടോ. 48. ഇനി അടുത്ത് എന്ത് ചെയ്യണം, 12 × 4 മൾട്ടിപ്ലൈ ചെയ്തില്ലേ ചെയ്തു. ഇനി അടുത്ത് 12 × ഈ 2 കൂടെ മൾട്ടിപ്ലൈ. 12 2 എത്ര? 24. മതിയോ? കഴിഞ്ഞില്ല. നേരത്തെ ഒരു ക്യാരി നമ്മൾ മനസ്സിൽ വെക്കാൻ പറഞ്ഞില്ലേ, അതോടെ കൂട്ടുക. 24 4 28 കഴിഞ്ഞു. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ആണ്. 287 പരിപാടി സെറ്റാണ്. അടുത്ത് ഇത്രയേ ഉള്ളു കാര്യം. മൾട്ടിപ്ലിക്കേഷനും പറഞ്ഞ് നിങ്ങൾ ഈ കിടന്ന മേലോട്ടായിട്ട് കാണേണ്ട കാര്യമൊന്നും ഇല്ല. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പല രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ട്, പല രീതിയിൽ അതെല്ലാം പഠിച്ചിരിക്കുക. അതായത് നോക്കിയേ, ഇനി നമുക്ക് ഇതേ സെയിം മോഡൽ ഒരെണ്ണം കൂടെ അങ്ങോട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്യാൻ പോവാണ്. 34 × 16 നേരെ താഴെ എഴുതി 6 കൊണ്ട് 2 പേരെ ഇൻറ്റു ചെയ്യുന്നു. 6 × 4 6 4 24 ശിഷ്ടം 2 6 3 18 അങ്ങനെ ചൊല്ലി പഠിക്കണം. 6 3 കേൾക്കുമ്പോഴേ 18 മനസ്സിലാണോ? 6 3 18 2 20. ഇവിടെ നോക്കിക്കേ, 6 4 24 4 എഴുതി, അവിടെ ശിഷ്ടം ക്യാരി ആയിട്ട് 2 വന്നു. ശരിയാണോ? അത് നമ്മൾ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ഡിജിറ്റിന്റെ മുകളിൽ കൊണ്ടുപോയി നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് 6 × 3 18 ആണ്. അതിന്റെ കൂടി 2 എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. 18 2 20 കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ ഡിജിറ്റായ 1 എടുക്കുവാണേ. 1 × 4 നമുക്കറിയാം, നേരെ 4ന്റെ കീഴെ കൊണ്ട് എഴുതരുത്, ഒരു ഡിജിറ്റ് ഇപ്പുറത്തോട്ട് മാറി. 1 × 4 4, 1 × 3 3 കഴിഞ്ഞു. ഇനി 4ന്റെ കൂടെ 0 കൂട്ടിയാൽ 4 തന്നെ, 3ന്റെ കൂടെ കൂട്ടിയാൽ 544. ഇനി നമുക്ക് വേണമെങ്കിൽ സാറിന്റെ മെത്തേഡിൽ ഇച്ചിരി സ്പീഡായിട്ട് എങ്ങനെ ചെയ്യാം നോക്കിയോ. സ്പീഡ് എങ്ങനെ ചെയ്യാം നോക്കിയാലോ. നോക്കി, നിങ്ങൾ ഇവിടെ ഒന്നെങ്കിൽ 34 ടേബിൾ അറിയണം, അല്ലെ 14 ടേബിൾ അറിയണം. അപ്പൊ നോക്കി, ഞാൻ പറഞ്ഞു 19 വരെ പഠിക്കാൻ പറഞ്ഞു അല്ലേ. ഇനി അങ്ങോട്ട് അവിടെ വരെ നിർത്തല്ലേ, നിങ്ങൾ അതുവരെ പഠിച്ച് നിർത്തിയാൽ അതിന് മേളോട്ടും പഠിക്കണം. ഒരു 30 വരെ പഠിച്ചാൽ നിങ്ങൾ ഒരു പ്രോ ലെവലോട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എത്തും. അപ്പൊ നോക്കിയാൽ 16 ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം ആണെങ്കിൽ ആദ്യം 16 × 4 അങ്ങോട്ട് മൾട്ടിപ്ലൈ. 16 4 എത്ര? 64. പെട്ടെന്ന് മൈൻഡിൽ വരണം. അപ്പൊ 4 മാത്രം എഴുതുക, 6 മൈൻഡിൽ പോകണം. അത് എഴുതി സമയങ്ങളല്ല, 6 മൈൻഡിൽ നിൽക്കണം. അടുത്ത് 16 × 3 എത്ര? 48 ആണല്ലോ. 48 തൊട്ട് മുമ്പത്തെ എത്ര ഉണ്ട്? ഒരു 6 മൈൻഡിൽ വെക്കാൻ പറഞ്ഞില്ലേ. അപ്പൊ 48 6 54 കഴിഞ്ഞു. ഇത്ര ഉള്ള പരിപാടി. സിമ്പിൾ അല്ലേ? 544 ഫൈനൽ ആൻസർ കിട്ടും. റൈറ്റ് ആണേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്നാ പിടിച്ചോ. ഒരു കിടിലൻ ചോദ്യം. അടുത്തൊരു കിടിലൻ ചോദ്യമാണ്. 99 × 97 നോർമൽ മെത്തേഡിലും ചെയ്യാം, ഒരു എളുപ്പമാർഗമുണ്ട്. 99നെ 97 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. നമുക്കറിയാം 99 × 97 അല്ലേ. 7 9 63 ശരിയാണോ? 6 എഴുതി. 7 9 63, 63ഉം 6 കൂട്ടുന്നു, 63 6 69. കാരണം ഇനി ഇപ്പുറത്തേക്ക് സംഖ്യകളൊന്നുമില്ല, ഒരുമിച്ച് അങ്ങ് എഴുതിയേക്കരുത്. ഇനി 9 താഴത്തെ 9 കൊണ്ട് 2 പേരെയും 9 × 9 81 ശിഷ്ടം 8 ശരിയാണോ? 9 × 9 89, 81 81 8 കൂട്ടിക്കഴിഞ്ഞാൽ 89 ശരിയാണേ. 3 9 1 നോക്കിയേ, ഇവിടെ 3 9 1 കൂട്ടിയാൽ 10 ശിഷ്ട 1 9 1 10 6 16 ശിഷ്ട 1 8 1 9 9603 ആണ് നേരായ മാർഗം. അതായത് സ്കൂളിൽ പഠിക്കുന്ന മെത്തേഡ് അതാണ്. പക്ഷെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഇത് പോരാ, അടുത്തൊരു മെത്തേഡ് യൂസ് ചെയ്യണം. സാർ പറഞ്ഞു. ഇത് പറയുകയാണെങ്കിൽ കുറെ നേരം സമയം എടുക്കുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇത് നമ്മൾ ബേസ് മെത്തേഡ് എന്ന് പറയും. ഇത് വേദിക് മാത്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് വേദിക് മാത്സ് പാർട്ട് 4 കേട്ടോ. എന്താണ് വേദിക് മാത്സ് പാർട്ട് 4 കേട്ടോ. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു ടെക്നിക്കുകൾ പറയുന്നുണ്ട്. നിങ്ങളത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് എന്തായാലും വരും. ആ ഡൗട്ട് മാറാൻ എന്ത് ചെയ്യുക, ആ വീഡിയോ പോയി കണ്ടിരിക്കുക. അതിനകത്ത് ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്ത് ചെയ്യുന്നു ചെയ്ത് വരുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു ട്രിക്സുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബേസ് മെത്തേഡിൽ ഫോക്കസ് ചെയ്യണം. ഇത് എല്ലായിടത്തും പോയി ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നോർമൽ മെത്തേഡും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതെങ്ങനെ ട്രിക്ക് വെച്ച് ചെയ്യാൻ നോക്കി. ഇവിടെ എന്ന് പറയുന്നത് 100-നോട് അടുത്ത് നിൽക്കുന്ന സംഖ്യകളല്ലേ, 99, 97, 100 താഴെ നിൽക്കുന്ന സംഖ്യകളാണ്. ഓക്കെ, അങ്ങനെ നോക്കിക്കേ. 99 ഇപ്പം ഇങ്ങനെ എഴുതാം, 99, 97 ചുമ്മാ ഒന്ന് എടുത്ത് എഴുതുന്നേ ഉള്ളൂ. 99 100-നേക്കാൾ എത്ര കുറവാ? 1 കുറവാണ്. ചുമ്മാ ഒന്ന് നോട്ട് ചെയ്യാം. 97 100-നേക്കാൾ എത്ര കുറവാ? 3 കുറവ്. ആ നെഗറ്റീവ് കൂടെ ചേർത്ത് ഇവിടെ നമ്മൾ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർത്താണ് ഇത് 100-ന്റെ ബേസ് ആണ്. 100-ന് എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു RHS എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം. RHS-ൽ ബാക്കി റൈറ്റ് സൈഡിൽ 2 സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റും മാക്സിമം. ഓക്കെ അല്ലേ? എന്നിട്ട് -1 × -3 എന്ന് വെച്ചാൽ 1 × 3 അങ്ങ് ചെയ്താൽ മതി. നെഗറ്റീവ് പോസിറ്റീവ് അത് നമ്മൾ വരുന്ന വഴി പറയാം. അപ്പോൾ 1 × 3 എത്ര കിട്ടും? 3. അപ്പോൾ എന്ത് കിട്ടും? ഒരു ലാസ്റ്റ് ഡീറ്റിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സീറ്റ് ഫ്രീ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 0 ഇട്ടങ്ങ് നിറയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ സ്ഥലം ഫ്രീ ആണെങ്കിൽ അവിടെ 0 ഇട്ട് നിറയ്ക്കുക. അപ്പോൾ 1 × 3 3 ആണ്. ഓക്കെ, വിത്ത് നെഗറ്റീവ് പോസിറ്റീവ് ആണ് വരുന്ന വഴി നമ്മൾ എന്ത് ചെയ്യും അത് പറയും. ഇനി നോക്കുക, ഇത്രയും കഴിഞ്ഞല്ലോ. ഇനി നോക്കുക, ഇതിന്റെ ഏതെങ്കിലും ഒരു ക്രോസ് ഡിഫറൻസ്. 97-ന് 3 പോയാൽ എത്ര? 94 അല്ലെ? 97-ന് 3 പോയാൽ 94. സോറി, 99-ന് 3. 99-ന് 3 എത്ര? 96. 97-ന് 1 പോയാൽ എത്ര കിട്ടും? 96. രണ്ടിന്റെയും ക്രോസ് ഡിഫറൻസ് സെയിം. ആ ഡിഫറൻസ് എടുത്ത് ഇങ്ങോട്ട് എഴുതാം. 9603 കഴിഞ്ഞു. ഇത്ര ഉള്ള പരിപാടി. 9603 ആണ്. ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒരു ചെറിയ ഇച്ചിരി ടഫായിട്ട് 2-3 കണക്ക് കഴിയുമ്പോൾ എന്താവും പെർഫെക്റ്റ്. നിങ്ങൾ ഇതിന്റെ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ആ വീഡിയോ കണ്ടു നമുക്ക് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ? എന്നാ പിടിച്ചു. 0 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. 34-നെ ഇൻറ്റു 0. 34-നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എടാ പിള്ളേരെ ഓർത്ത് വെച്ചോ, ഇപ്പൊ പറയാൻ പോകുന്ന ഡയലോഗ് വ്യക്തമായിട്ട് ഓർത്ത് വെച്ചോ. ഏതൊരു ഡിജിറ്റ് ആയിക്കോട്ടെ, 900 ആയിക്കോട്ടെ, 0 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, കൂടെ പിടിച്ചോണം. 0 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞാൽ ആൻസർ എപ്പോഴും എത്ര? 0. ആൻസർ എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. ഏത് നമ്പർ ആണെങ്കിലും 0 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞാൽ 0 തന്നെയായിരിക്കും. ഇത് കണ്ടോ, 2 × 3 × 12 × 34 ലാസ്റ്റ് വന്നപ്പോ ഒരു 0 ആണ്. ഇൻറ്റു 0 മൊത്തം കൂടെ എത്ര ആയി പോയിക്കോളും? 0. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ 0 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അടുത്തത് 67 × 10 56 × 10. സാർ പറഞ്ഞു. ഓക്കെ, ഇത് ഞാൻ പറയാം. 10 കൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് വളരെ സിമ്പിളാണ്. നിങ്ങൾ വേറെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ജസ്റ്റ് ചുമ്മാ നോക്കി എഴുതിയാൽ മതി. ഒരു 0 അല്ലേ ഉള്ളൂ. 10-നകത്ത് എത്ര 0? ഒരു 0. അങ്ങനെയാണ് ആൻസർ എത്ര? ഇതങ്ങോട്ട് എടുത്ത് എഴുതുക, 67. ആ ഒരു 0 കൊണ്ട് ഇട്ട് കൊടുക്കുക, കഴിഞ്ഞു. ഇത്ര ഉള്ള പരിപാടി. 10 കൊണ്ട് 100 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ പറഞ്ഞാൽ 1000 ആയിക്കോട്ടെ, 10000 ആയിക്കോട്ടെ, 1 ലക്ഷം ആയിക്കോട്ടെ, എത്ര 0 ഉണ്ടോ അത്രയും കൊണ്ട് മൾട്ടിപ്ലൈ. മനസ്സിലായോ? അപ്പോൾ 56 × 100 എങ്ങനെ ചെയ്യാം? ഒന്നുമില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്ര 0 ഉണ്ടോ അത്ര 0 എന്ത് ചെയ്യാം ഇട്ട് കൊടുത്താൽ മതി. നോക്കിക്കേ, 56 × 100. നിങ്ങൾ ആ 56 എടുത്ത് ചുമ്മാ എടുത്ത് അങ്ങോട്ട് എഴുതി വെക്കുക. എത്ര 0 ഉണ്ട്? 2 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. 56 2 0 5600. ഇനി നോക്കിക്കേ, ഒരെണ്ണോട് ഞാൻ ചുമ്മാ പറയാം. 1910 × 1000 മൾട്ടിപ്ലൈ ചെയ്യണം. എന്തോ ചെയ്താൽ മതി, 1910 അങ്ങോട്ട് എഴുതുക. പിന്നെ എന്ത് ചെയ്യണം, ആ 3 0 ഉണ്ടല്ലോ അവസാനം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി 3 0 കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ ആയി. ക്ലിയർ ആണോ? അപ്പൊ 10 100 1000 പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഏറ്റ സംഖ്യ എടുത്ത് എഴുതുക, എത്ര 0 ഉണ്ട് അതിനകത്ത് അത്രയും നേരെ നോക്കി കോപ്പി അടിക്കുന്ന പരിപാടി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1.4 × 2. 1 ദശാംശ സംഖ്യകൾ വന്നു, അതായത് എന്താ പറയാ, ഡെസിമൽസ് വന്നു. ഡെസിമൽസിൽ 1.4 × 2 ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ദശാംശം വരുവാണെങ്കിൽ, ഡെസിമൽ വരുവാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡെസിമലിലോട്ട് നോക്കണ്ട. 14 × 2 നമുക്കറിയാം 28. ശരിയാണോ? 14 2 28. ഇനി നോക്കുക, ഒരു ഡിജിറ്റിൽ ഇവിടെ നോക്കിയേ, ഒരു ഡിജിറ്റിന് ശേഷം ഒരു സംഖ്യയിൽ എന്ത് വന്നേക്കുവാണ്? ഡെസിമൽ വന്നേക്കുവാണ്, പോയിന്റ് വന്നേക്കുവാണ്. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം പറയുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു സ്ഥാനം മാറി പോയിന്റ് വന്നാൽ ഉത്തരത്തിലും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഒരു സ്ഥാനം മാറി പോയിന്റ്. 28-ന്റെ 8-ൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എത്ര വരും? ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഉത്തരം കഴിഞ്ഞു 2.8. ഉത്തരം കഴിഞ്ഞു 2.8. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ 1.6 × 3 എത്ര വരും നോക്കിയാലോ? 16 3 48. ഇവിടെ ഒരു സ്ഥാനം മാറിയാൽ ഉത്തരത്തിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു, പരിപാടി കഴിഞ്ഞു. 4.8 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, സാർ പറഞ്ഞോ. അടുത്തത് 2.56 × 5. എന്ത് ചെയ്യണം? നമ്മൾ നോക്കി, നമ്മുടെ 2.56 എത്ര സ്ഥാനമുണ്ട്? ഡെസിമല് 2 സ്ഥാനം ഉണ്ടല്ലേ.
നേരത്തെ ഒരു സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനം. അപ്പൊ നിങ്ങൾ 256 വിചാരിച്ചാൽ മതി. ഡെസിമലിൽ നിങ്ങൾ ആദ്യം 256 × 5 എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ. ഓക്കെ, ആദ്യം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രിക്ക് യൂസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, 256 ടേബിൾ നമുക്ക് അറിയോ ഇല്ല. നോർമലി നമുക്ക് സാധാരണ മനുഷ്യർക്ക് നമുക്ക് 256 ടേബിൾ കാണാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. 5ന്റെ ടേബിൾ അറിയാമല്ലോ, 5 കൊണ്ട് മൾട്ടിപ്ലൈ. 5 × 6 എത്ര, 30. ആ 3 മൈൻഡിൽ നിൽക്കണം അല്ലേ, ബാക്കി 30ന്റെ 3 മൈൻഡിൽ കാണണം. അടുത്ത് 5 × 5 25. 25ഉം നേരത്തെ 3 മൈൻഡിൽ പോയല്ലോ. 25 3 28ന് 8. ബാക്കി 2 എന്ത് ചെയ്യണം, ചുമ്മാ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത് 5 × ലാസ്റ്റ് എന്ത് ചെയ്യുക, ആ 2 കൂടെ മൾട്ടിപ്ലൈ 10. 10ഉം 2ഉം നേരത്തെ പോയ 2 കൂടെ കൂട്ടി 12. ക്ലിയർ ആണോ? ഇനി നോക്കി 1280 ഒന്നും ആൻസർ കഴിഞ്ഞില്ല. നമുക്കറിയാം പോയിന്റ് ഇവിടെ 2 സ്ഥാനം ഡെസിമൽ കിടപ്പുണ്ട് അല്ലേ. പോയിന്റ് കഴിഞ്ഞ 2 സ്ഥാനം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആൻസറിന്റെ റൈറ്റിൽ നിന്നും 2 സ്ഥാനം മാറ്റി ഇടത്തോട്ട് പോയിന്റ് ഇടണം. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ഇതല്ലേ നമ്മുടെ ഡെസിമൽ ഇവിടെ കിടക്കണേ, ഇത് 2 സ്ഥാനം മാറ്റി ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. മനസ്സിലായി? അപ്പൊ 12.80. ഓക്കെ അല്ലേ? 12.80 ആയിരിക്കും റൈറ്റ്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. സെയിം മെത്തേഡ്. എടാ ഇവിടെ നോക്കിയേ, 2.456 × 10 2.4 വായിക്കുമ്പോഴും 2.456 വായിക്കരുത്, 2.456 എന്നൊന്നും വായിക്കരുത്, 2.456 എടുത്ത് തന്നെ പറയണം. 2.456 × 10. നമുക്ക് 10 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ, ഈ പോയിന്റിലോട്ട് ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. 10 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ സാധാരണ എന്താ ചെയ്തോണ്ടിരുന്നത്, നേരെ 2.456ന്റെ കൂടെ ഒരു 0 കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ശരിയാണോ? ഇനി ഡെസിമൽ വരുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, 10 100 1000 വന്നാൽ ആ പൂജ്യങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് പോയിന്റ് അല്ലെങ്കിൽ ഡെസിമല് റൈറ്റ് സൈഡിലോട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 0 ആണെങ്കിൽ ഈ പോയിന്റ് ഒരു സ്ഥാനം വലത്തോട്ട്. അപ്പൊ നോക്കിയേ, 24 കഴിഞ്ഞിട്ടൊരു പോയിന്റ് വരുന്നു, 56. ഉത്തരം കഴിഞ്ഞു. ആ സെയിം നമ്പർ അങ്ങോട്ട് എഴുതുക. ഇപ്പൊ നോക്കി, ഇതിന് പകരം 2.456നെ 100 കൊണ്ടാണ് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ ഈ നമ്പർ അങ്ങോട്ട് എടുത്തെഴുതുക, 2456. ശരിയാണോ? ഇവിടെ പോയിന്റ് 2 0, ഈ പോയിന്റ് റൈറ്റിലോട്ട് 1 2 സ്ഥാനം മാറും. അപ്പൊ 245.6 എന്നായിരിക്കും ആൻസർ. എപ്പോഴും ഓർക്കണം, ഡെസിമൽ 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ സംഖ്യയിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോയിന്റ് എപ്പോഴും റൈറ്റിലോട്ടേ പോകൂ കേട്ടോ. ഡിവിഷൻ വരുമ്പോൾ ലെഫ്റ്റിലോട്ട്, അതൊക്കെ ഡിവിഷൻ വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത് 3.45 × 100 നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം എങ്ങനെ ചെയ്യാം. നോക്കിക്കേ, 2 0 ഉണ്ടല്ലോ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ, 100ന് 2 സ്ഥാനം. 2 സ്ഥാനമാണ് എന്ത് ചെയ്യണം, ആ 345 അങ്ങോട്ട് എടുത്തെഴുതുക. നമുക്കറിയാം പോയിന്റ് ശേഷം എന്ത് ചെയ്യുന്നു, 2 സ്ഥാനം വലത്തോട്ട് ചാടുമെന്നല്ലേ പറഞ്ഞേ. ഇവിടെ നോക്കി, ഇവിടെ ഓൾറെഡി പോയിന്റ് ഇവിടെ വന്ന് നിൽക്കുക എന്ന് വെച്ചാൽ ഇവിടെ പോയിന്റ് ഇട്ടു എന്ന് വെച്ചാൽ ഇനി 0 ആയിരിക്കും. അത് കാണിക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് 0 എന്ന് പറഞ്ഞാൽ എന്താ, 345 തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലേ? സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തന്നെ ഉള്ളൂ. അതായത് 3.45 × 3.34 ആണ് റൈറ്റ് ആൻസർ. ശരിയാണോ? സോറി, ക്വസ്റ്റ്യൻ 3.45 × 3.34. ഇതൊരു നല്ലൊരു കണക്കാ. ദേ നോക്കിക്കേ, ആദ്യം ഇവിടെയും പോയിന്റ് ഉണ്ട്, ഇവിടെയും പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ പോയിന്റിന് ശേഷം 2 സ്ഥാനം, ഇവിടുത്തെ പോയിന്റിന് ശേഷവും 2 സ്ഥാനം. അപ്പൊ നമ്മൾ ആദ്യം ഈ പോയിന്റ്സ് ഒന്നും നോക്കണ്ട, ഇവന്മാരെ തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ അവിടെ ചെയ്ത് നോക്കാൻ പോവാണ്. നോർമൽ മെത്തേഡാണ്. 345 × 334. ശരിയല്ലേ? കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ചെയ്യാതെ നോക്കിക്കോ. അങ്ങനാണെങ്കിൽ 4 × 5 = 4 20, ശിഷ്ടം 2. ശരിയാണോ? 4 × 4 16, 16 2 18, ശിഷ്ടം 1. 4 3 12 1 13. ഇനി 4 കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 കൊണ്ട് ഇവന്മാരെ എല്ലാം ഇൻറ്റു ചെയ്യാൻ പോവാണേ. 3 ഡിജിറ്റ് ആയി. 3 × 5 15. ശരിയാണോ? ശിഷ്ടം 1. 4 3 12 1 13, ശിഷ്ടം 1. 3 × 3 9 10. ശരിയാണോ? എഴുതിയത് കണ്ടോ, ഒരു ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റിയിട്ടാണ് എഴുതി തുടങ്ങിയത്. ഇതുകൊണ്ടേ പോലെ തന്നെ 3 കൊണ്ട്, വീണ്ടും 3 കൊണ്ട് തന്നെ ആയതുകൊണ്ട് സെയിം ആൻസർ തന്നെ ആയിരിക്കും വരിക. ശരിയല്ലേ? 5 3 0 1. നേരത്തെ തൊട്ട് മേലത്തെ സ്റ്റെപ്പിന്റെ നേരെ താഴേക്ക് ഒരു സ്ഥാനം മാറ്റി എഴുതുന്നേ ഉള്ളൂ. ശരിയല്ലേ? ഇനി നേരെ എന്ത് ചെയ്യുക, കൂട്ടുക. 0 8 5 13, ശിഷ്ടം 1. 3 1 4, 4 3 7, 7 5 12, ശിഷ്ടം 1. 1 1 2, 2 3 5, ബാക്കി 1 1. ശരിയല്ലേ? നമുക്ക് കിട്ടിയ ആൻസർ ആണ് 1 1 5 2 3 0. അവിടെ നിൽക്കട്ടെ, ഇതല്ല ഫൈനൽ ആൻസർ. ദേ നോക്കിക്കോണേ, ഇവിടുത്തെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ടായിരുന്നു? 2 സ്ഥാനം. ഇവിടുത്തെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ടായിരുന്നു? 2 സ്ഥാനം. മൊത്തം എത്ര സ്ഥാനമായി? 4 സ്ഥാനം മാറ്റി
പോയിന്റ് ഇട്ടേക്കണം. 1, 2, 3, 4 4 സ്ഥാനം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറി പോയിന്റ് 11.523 ആയിരിക്കും ഫൈനൽ ആൻസർ. 11.523. ഒന്നുമില്ല, നേരെ ഇൻഡു ചെയ്യുക. പോയിന്റ് ശേഷം എത്ര സ്ഥാനം ലെഫ്റ്റ് 2 നമ്പറിലുണ്ട് 4 മൊത്തത്തിൽ 4 മാറ്റി പോയിന്റ്. ഇവിടെ പ്രത്യേകിച്ച് ട്രിക്ക് ഒന്നുമില്ല മൾട്ടിപ്ലയർ, കാരണം 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് പക്ഷേ വേദിക് മാക്സിന് ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ വേദിക് മാക്സ് പാർട്ട് 1 നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് 1 പാർട്ട് മൾട്ടിപ്ലയർ 3 ഡിജിറ്റ് മൾട്ടിപ്ലയറിന്റെ ട്രിക്കുകൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സ്ട്രോങ് ആയിരിക്കണം, മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫാസ്റ്റ് ആവണം. നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക വേദിക് മാക്സ് കണ്ടു തുടങ്ങാം. ഓക്കെ, അടുത്ത കണക്ക് എടുക്കാം. 0.2 into 0.3 ഒന്നുമില്ല, വളരെ എളുപ്പം. 3 into 2 നമുക്കറിയാം 6, ശരിയല്ലേ? പോയിന്റിന് ശേഷം ഒരു സ്ഥാനം, പോയിന്റിന് ശേഷം ഒരു സ്ഥാനം. അപ്പൊ ഉത്തരത്തിൽ പോയിന്റിന് ശേഷം 2 സ്ഥാനം വേണം. പക്ഷെ ഇവിടെ ആകപ്പാട് ഉത്തരം കിട്ടിയേക്കുന്ന എത്ര? ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ ഒരു സ്ഥാനം നമ്മൾ കയ്യിൽ ശരിയാണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു 0 അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കൈ നിട്ടു. റൈറ്റിലോട്ട് കൊടുക്കരുത്, ലെഫ്റ്റിലോട്ട് കൈ നിട്ടു. അതിനുശേഷം സാർ എന്തോ ചെയ്തു? ഒരു പോയിന്റ് പോയിന്റ് എടുത്തോട്ടേ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. പോയിന്റ് എപ്പോഴും എടുത്തോട്ടേ പോകത്തുള്ളൂ. അതിനുശേഷം ലെഫ്റ്റിൽ എന്ത് ചെയ്യുക? ഒരു 0 കൂടെ കൊടുത്തു, ചുമ്മാ ഒരു രസത്തിന്. 0.06 0.06 എന്നോ അല്ലെങ്കിൽ 0.06 എന്നോ നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ ആണേ, സെറ്റ് ആണേ. ഓക്കെ, പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ പരിപാടി, ഒന്നുമില്ല. നിങ്ങളെ 0.05 1.5 എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് സംഖ്യ ഏതൊക്കെയാ? 5ഉം 15 ആയിട്ടങ്ങ് വിചാരിച്ചാൽ മതി. ലെഫ്റ്റ് ഒരു സംഖ്യയുടെ ലെഫ്റ്റ് 0 ഇട്ടുകൊണ്ട് വലിയ പ്രയോജനമില്ല. നമ്മളെ നോക്കണ്ട, അത് 5 തന്നെയാണ്. ഓക്കെ, അപ്പൊ 5 into 15 15ന്റെ ടേബിൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും 15 into 5 75 എന്ന് എഴുതാൻ പറ്റും. ഇത് നോക്കിക്കേ, പോയിന്റ് ശേഷം ഇവിടെ 2 സ്ഥാനം, ഇവിടെ എത്ര സ്ഥാനം? ഒരു സ്ഥാനം. ടോട്ടൽ എത്ര സ്ഥാനം? 3 സ്ഥാനം. അപ്പൊ ആൻസർ എന്ത് ചെയ്യണം? പോയിന്റ് വലത്തുനിന്ന് ഇടത്തോട്ട് 3 സ്ഥാനം മാറണം. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടാണ് പോയിന്റ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു, ഇവിടാണ് നിൽക്കുന്നത്. അപ്പൊ 1, 2 3 സ്ഥാനം മാറണം. ഇനി ഒരാളും കൂടെ ഇവിടെ വേണ്ടേ? ആരും ഇല്ല. അപ്പൊ ഒരു 0 ഇട്ടെന്ന് ഇറക്കിയാൽ പിന്നെ ഇപ്പുറത്ത് പോയിന്റ് ഇടുക 0.075. ഓക്കെ, സിമ്പിൾ. 0.075 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ഫ്രാക്ഷൻ വന്നല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഫ്രാക്ഷൻസ് പഠിക്കാൻ പോവാണ്. ഫ്രാക്ഷൻസ് എങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ കുറച്ച് സംഖ്യകളെ 1/2 1/3 ഇവന്മാരെയൊക്കെ നമുക്കപ്പോ ഈ 1/2 1/3 എന്താണ് ഒരു പ്രാക്ടിക്കൽ മീനിങ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്താ ഈ ഫ്രാക്ഷൻ? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ ഫ്രാക്ഷൻ എന്താണ്? എക്സാമ്പിൾ കേക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കൊരു കേക്ക് വെച്ച ഒരു എക്സാമ്പിൾ പറഞ്ഞാലോ, നോക്കാം. ഇവ എന്താ 1/2? ഞാനൊരു കേക്ക് വരയ്ക്കാൻ അല്ലെ, കേക്ക് വരയ്ക്കാൻ പോകുന്നു. ആ കേക്കിന് ഞാൻ 2 ഈക്വൽ ആയിട്ട് ഭാഗിക്കുന്നു അല്ലെ. ഒരു വീട്ടിൽ 2 പേര്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ 2 കേക്കിന് ഈക്വൽ ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. ഒരാൾക്ക് പക്ഷാഭേദം പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? കേക്കിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതെന്താണ്? ടോട്ടൽ 2 പാർട്സ് അല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പാർട്ട് അങ്ങ് തിന്നു, ഒരു പാർട്ട് ഞാൻ കഴിച്ചു. അപ്പൊ എത്ര ഉണ്ട്? കഴിച്ച ഭാഗം എത്രയാണ്? ടോട്ടൽ 2 ഭാഗം അല്ലെ. ടോട്ടൽ 2 ഭാഗത്തിൽ ഞാൻ എത്ര തിന്നു? 1 തിന്നു. അതാണ് 1/2. ഇനി 1/3 എങ്ങനെ എത്ര കഴിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇത്രയേ ഉള്ളൂ. മൊത്തത്തിൽ 2 ഭാഗം, അതിൽ ഒരു ഭാഗം നമ്മൾ കഴിച്ചു. എപ്പോഴും ഡിനോമിനേറ്റർ ടോട്ടൽ പാർട്സ് ആണ്. നിങ്ങൾ എത്ര തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അത്രയാണ് ഡിനോമിനേറ്റർ വരുന്നത്. ഇനി 1/3 എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഞാൻ കേക്കിനെ 3 തുല്യ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. 3 തുല്യ ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുന്നു. 1 2 3 ഏകദേശം തുല്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഞാൻ അതിൽ എന്ത് ചെയ്യുന്നു? ഒരു ഭാഗം തിന്നു. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3 ഭാഗം ഉണ്ട്. അപ്പൊ അത് ഡിനോമിനേറ്റർ. അതിൽ ഒരു ഭാഗം ഞാൻ കഴിച്ചു, 1/3. ഇതാണ് ഫ്രാക്ഷന്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നവർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഇതിലൊരു വലിയൊരു കാര്യങ്ങളുണ്ട് പറയാൻ. നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയപ്പോ ഡിനോമിനേറ്ററിൽ 2 ആണ്, ഇവിടെ നോക്കിയപ്പോൾ ഡിനോമിനേറ്ററിൽ 3. പക്ഷെ എന്തായാലും മൊത്തത്തിലാകുന്നു മാത്രമേ ഉള്ളൂ. ഒരൊറ്റ കേക്കേ ഉള്ളൂ. ഇവിടെ ഒരു കേക്കേ ഉള്ളൂ, ഇവിടെ ഒരു കേക്കേ ഉള്ളൂ. ഇതൊരു വലിയൊരു ഡൗട്ട് എല്ലാവരും ചോദിക്കുന്നത്. താഴെ സാർ അവിടെ വന്നപ്പോ 2, ഇവിടെ വന്നപ്പോ 3. എടാ, നമ്മൾ എത്രയായിട്ട് ഭാഗിക്കുന്നു എന്നുള്ളതാണ് താഴെ കൊടുക്കുന്നത്. എപ്പോഴും ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ടോട്ടൽ മേളിൽ ഇവിടെ 2/2 ആയിരിക്കും ടോട്ടൽ. ഇവിടെ നോക്കിയേ 3/3 ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. ശരിയാണോ? അപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 3/3 പറഞ്ഞാൽ 1 ആണ്, 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. എപ്പോഴും അതെന്താണ്? വാല്യൂ 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ ഫ്രാക്ഷനിലോട്ട്. ഒരുപാട് നിങ്ങൾ ഇത്ര ഒന്നും മനസ്സിലാവാത്തവർ ഒന്നും ആലോചിക്കേണ്ടത്, ഇത്രയും പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതേണ്ട, ഞാനൊരു ഇൻഡു അങ്ങോട്ട് ഇട്ടു. നേരെ ഇൻഡു ചെയ്തേക്കുക, പരിപാടി കഴിഞ്ഞു. നേരെ മേളിൽ എഴുതുന്ന ആളിനെ നമ്മൾ എന്താ വിളിക്കുക? ഒന്നെങ്കിൽ നമ്മൾ വിളിക്കും ന്യൂമറേറ്റർ, അല്ലെങ്കിൽ നമ്മൾ അംശം എന്ന് പറയും. അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ. 1 into 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഡിവൈഡഡ് ബൈ
2 × 3 ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 × 3 6 പരിപാടി കഴിഞ്ഞു. 1/6 അല്ലെങ്കിൽ 1/6 ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? 1/6 അർത്ഥം നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? എന്തായിരിക്കും? ടോട്ടൽ ഒരു കേക്ക് ഞാൻ 6 പാർട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരെണ്ണം ഞാൻ കഴിച്ചു. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ സാർ, എന്നാ ശരി. അടുത്ത് ഇനി ഇവിടെ നോക്കേണ്ട കാര്യം എന്താ? ഇതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? സ്ട്രെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു സ്ട്രെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു പരിപാടി കൂടെ ചെയ്യാം. കോമൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നോക്കിക്കേ, നമുക്കറിയാം നേരത്തെ കോമൺ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നോക്കിയേ 3 × 16 4 × 9 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ലാസ്റ്റ് കട്ട് ചെയ്യണം. ഇപ്പൊ തന്നെ നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്താലോ? മേളും താഴെയും കോമൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. 3, 4 കോമൺ ഫാക്ടർ വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ 3 × 4 3ന്റെ ടേബിളിൽ 4 ഉണ്ടോ? ഇല്ല. പക്ഷെ നോക്കിയാൽ 4 ടേബിളിൽ 16 ഇല്ലേ? 4 × 4 16. അപ്പൊ 4 കട്ട് ചെയ്യാം അല്ലെ? ബാക്കി എത്ര ഉണ്ട്? 4. കാരണം 16 എന്ന് വെച്ചാൽ 4 × 4. അപ്പൊ മേലൊരു 4 താഴെ ഒരു 4 കൊണ്ട് വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഇവിടെ 4 ഇല്ലേ? ആ 4 വലിയ സംഖ്യയുടെ അവിടെ എഴുതി വെച്ചത്. വലിയ സംഖ്യയുടെ അവിടെ എഴുതാം. ഓക്കെ, അടുത്ത് ഈ 3 9 കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ആണ് 9 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 3 ആണ്. അപ്പൊ ഇവിടുത്തെ ഒരു 3യും ഇവിടുത്തെ ഒരു 3 പോയ ബാക്കി എത്ര ഉണ്ട്? താഴെ തന്നെ വലിയ സംഖ്യയുടെ അവിടെ ബാക്കി ഒരു 3 ഇല്ലേ? അപ്പൊ എന്തോ ഇനി എല്ലാം കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബാക്കി എന്തുണ്ട്? 4 ഉണ്ട് മേളിൽ, താഴെ 3. 4/3 ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ആയി. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് വെട്ടിച്ചെറുതാക്കി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? എന്നാ വിളിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഒരാൾ പ്രത്യേകമുണ്ട്. എന്തായിരിക്കും? മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ വന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ. അവനെ നോർമൽ ഫ്രാക്ഷൻസുമായിട്ട് എങ്ങനെ ഇൻഡു ചെയ്യാം? സാധാരണ ഭിന്നസംഖ്യയുമായിട്ട് എങ്ങനെ മിക്സഡ്, അതായത് എന്താണ് മിശ്രഭിന്നത്തിനെ ഇൻഡു ചെയ്യാം, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ കൊണ്ട് എങ്ങനെ ഇൻഡു ചെയ്യാം? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? നോർമൽ മെത്തേഡ് ഇങ്ങനെയാണ്. 2 1/3 അല്ലെങ്കിൽ 2 and 1/3 ഇവനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഇതിലേക്ക് മാറ്റണം നോർമൽ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതായത് നോക്കിക്കോ, 2 × 3 ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഇവന്മാരെ തമ്മിൽ അങ്ങ് ഇൻഡു ചെയ്യുക. 2 × 3 6. ആ കിട്ടുന്ന ഉത്തരത്തിനെ നമ്മുടെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്ററിന്റെ കൂടെ കൂട്ടുക. അപ്പം 3 2 6 1 7 7 അവിടെ എഴുതി. അത് ഞാൻ മുകളിൽ ന്യൂമറേറ്ററിൽ അത് എഴുതി. ഒരു ഭാഗം അങ്ങോട്ട് കൊടുത്തു. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്തായിരുന്നോ, ഛേദം എന്താണോ, അത് നേരെ താഴോട്ടങ്ങ് എഴുതി. നേരെ നോക്കി കോപ്പി അടിച്ചു. ഇപ്പോൾ ഈ മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നമാണ് 7/3. കുഴപ്പമുണ്ടോ? ഇതിന്റെ രണ്ടിന്റെയും വില എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഞാൻ ഇവന്മാരെ എന്ത് ചെയ്യാൻ പോവാണ്? ഇവന്മാരെ തമ്മിൽ ഇൻഡു ചെയ്യാൻ പോവാണ്. അതേ നോക്കിയേ, 7. ഇനി ഇതിന് പകരം ഞാൻ എഴുതുന്നത് എത്രയാണ്? 7/3 × 15/21. വെട്ടിക്കളയാൻ പറ്റുന്നവരെല്ലാം വെട്ടിക്കളയും. മുകളിലും താഴെയും നോക്കാം. ഇൻഡു ആണോ? 7 ഉം 21 ഒരേ ടേബിളിൽ വരുന്നവരാ. ശരിയാണോ? 7നെയും 21നെയും കൂടെ 7 3 21. 15 3 കൂടെ 5 × 3 15. 5/3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമ്മുടെ റൈറ്റ് ആൻസർ എത്ര കിട്ടി? 5/3 ആണ് റൈറ്റ് ആൻസർ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സഡ് ഫ്രാക്ഷൻ ഇട്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇംപ്രോപ്പർ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത 0.2 ഡിവൈഡ് ബൈ 0.3. ഇതെന്താണ്? മേലും താഴെ ഡെസിമൽ വന്നു. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ആണ്. ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡെസിമൽ ഉണ്ടെങ്കിൽ ആ ഡെസിമൽ അങ്ങ് മാറ്റണം. നമുക്ക് അതാണ് നമ്മുടെ ലക്ഷ്യം. ഡെസിമൽ മാറ്റാൻ നമുക്കറിയാം. 10 കൊണ്ട് 100 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ എന്ത് പറ്റും? പോയിന്റ് വലത്തോട്ട് എന്ത് ചെയ്യും? അത്രയും പ്രാവശ്യം എന്ത് ചെയ്യും? മൂവ് ചെയ്തോളുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കി, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. എനിക്കറിയാം ഒറ്റയടിക്ക് 2/3 എന്ന് എഴുതാം. എങ്ങനെ ചെയ്യാൻ പറ്റും? മേലും താഴെ ഒരു 10 കൊണ്ട് ഇൻഡു ചെയ്യുന്നു. പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണ് വന്നതെങ്കിൽ 10 കൊണ്ട് ഇൻഡു ചെയ്യുക. കേട്ടോ, മുകളിൽ 10 കൊണ്ട് ഇൻഡു ചെയ്താൽ താഴെ മേളിൽ ചെയ്താൽ താഴെയും ചെയ്യണം. ഇല്ല, പക്ഷാഭേദം പാടില്ല. മേലും താഴെയും കൊടുത്ത ഈ സത്യം പറഞ്ഞാൽ കട്ടായി പോകുന്ന കൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എത്ര ഇടും? ഇതിന് ഒരു സ്ഥാനം വലത്തോട്ട് ചാടത്തില്ല. പോയിന്റ് ഇങ്ങോട്ട് വലത്തോട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ഇടും? 2. താഴത്തെ എത്ര ഇടും? ഒരു സ്ഥാനം വലത്തോട്ട് പോയാൽ 3. 2/3 എന്ന് ആൻസർ കിട്ടും. ഇനി കട്ട് ചെയ്യാൻ പറ്റും. 2/3 ഓൾറെഡി ഏറ്റവും കട്ട് ചെയ്ത് ചെറിയ ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ വ്യത്യാസമായിട്ട് കിടക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ വരുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു. അടുത്ത് സാറ് പറഞ്ഞു. 2.5 divided by 10.5 into 35 divided by 0.0. ഇപ്പൊ സാറ് പറഞ്ഞ അതേ മെത്തേഡിൽ ഞാൻ ഇതൊന്ന് പറയാൻ പോവാം. ഇനി ഇത് വെട്ടിക്കളഞ്ഞുള്ള മെത്തേഡും പറയാം. അതായത് നോക്കിക്കോണേ, ഇവിടുത്തെ മാത്രം ഈ ഒരു സെക്ഷൻ മാത്രം നോക്കുക. കണ്ടോ, ഇവിടെ നോക്കിയപ്പം പോയിന്റിന് ശേഷം ഒരു സ്ഥാനം, ഇവിടെയും പോയിന്റിന് ശേഷം ഒരു സ്ഥാനം, അവിടെ മാത്രം. ഇതേ നോക്കിക്കോണേ. അപ്പൊ ഞാൻ അതിനെ ഇവിടെ പോയിന്റിന് ശേഷം ഒരു സ്ഥാനം താഴെ വന്നു കഴിഞ്ഞാൽ താഴെ ഞാൻ ഇൻറ്റു ഒരു 10 ചെയ്യും. മുകളിലും അപ്പൊ ഇൻറ്റു എത്ര ചെയ്യുക? 1 ശേഷം 1 0. ഒരു സ്ഥാനമായി കിടപ്പുള്ളെങ്കിൽ 1 ശേഷം 1 0 വരുന്ന നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക.
അപ്പൊ ഈ പോയിന്റ് ഒരു സ്ഥാനം വലത്തോട്ട് മാറുന്നു. 2.5 എന്നുള്ളത് 25 ഡിവൈഡഡ് ബൈ 10.5 എന്നുള്ളത് 105 ആയിട്ട് മാറി. കുഴപ്പമില്ല. ഇൻറ്റു ഇനി ഇവിടെ നോക്കിയേ, പോയിന്റിന് ശേഷം 2 സ്ഥാനം. പക്ഷെ ഇവിടെ പോയിന്റിന് ശേഷം ഇവിടെ പോയിന്റ് പോലും ഇല്ല. അപ്പൊ എന്താ ചെയ്യുക? താഴെ ഞാനൊരു ഇൻറ്റു 1 ശേഷം 2 0 വരുന്ന 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. പക്ഷേ താഴെ എന്ത് ചെയ്യുന്നു? തോമസ് സാർ നേരത്തെ പറഞ്ഞ പക്ഷാഘാതം പാടില്ല. അപ്പോൾ താഴെ ഇൻറ്റു 100 ചെയ്താൽ മുകളിൽ എത്ര തന്നെ ചെയ്യുക? ഇൻറ്റു 100 ചെയ്യുക. ശരിയാണേ. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ് 3500 ഡിവൈഡഡ് ബൈ താഴെയോ ഈ പോയിന്റ് 2 സ്ഥാനം ഇങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആയി. ശരിയാണേ. ഇത്രയും ഓക്കെയാണോ? ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ ബാക്കി പറയാൻ പോവാം. എടാ, എനിക്ക് 25-നെയും വേണമെങ്കിൽ 5-നെയും കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ശരിയാണോ? 25-നെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും സാർ? 5 എന്ന് കിട്ടും. ശരിയാണോ? അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ആരെങ്കിലും വെട്ടി കളയാൻ പറ്റുമോ? 105-നെയും 35-നെയും കൂടെ 7 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. 7. ഇപ്പൊ 7 5 35. 105 വരുമ്പം 105/7 എന്ന് പറയുമ്പോ എത്ര വരും? 5 21 ഇൻറ്റു 7 അല്ല 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ? 21 ഇൻറ്റു 5 21 5 125. ശരി, ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ 7-നെയും 21-നെയും കൂടെ നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ശരിയല്ലേ? ബാക്കി 5 ഡിവൈഡഡ് ബൈ 3 എന്ന് ആൻസർ. ശരിയല്ലേ? 5 ഡിവൈഡഡ് ബൈ 3 കൂടെ 2 0 അവിടെ കൊടുക്കുന്നു. 2 0. ശരിയാണോ? 0 സെപ്പറേറ്റ് 100 മാറ്റി നിർത്തിയാലും മതി. കുഴപ്പമില്ല. അപ്പം 500 ഡിവൈഡഡ് ബൈ 3 എന്നായിരിക്കും നമുക്ക് ആൻസർ. 500 ഡിവൈഡഡ് ബൈ 3. നമുക്ക് ആദ്യം ഇതങ്ങ് ചെയ്യാം. എങ്ങനെ നമുക്കൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം, അതായത് ഒരു വിഷമഭിന്നമാക്കി മാറ്റാം, മിശ്രഭിന്നമാക്കി മാറ്റാം. ഇതേ നോക്കിയോ, ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം 500-നെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നു. ശരിയാണേ? ഒരു 3 ഡിവിഷൻ പറയുമ്പോൾ പറയേണ്ടതാണ്, പക്ഷെ ഇപ്പോഴേ പറഞ്ഞേക്കാം. പറയാം. നോക്കും, 5-ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് 2 കിട്ടി. ഇനി നോക്കിയേ, ഒരു 0 ഞാൻ താഴോട്ടങ്ങ് ഇറക്കി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? 6 3 18. ശരിയാണോ? അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? 20-ൽ നിന്ന് 18 പോയാൽ എനിക്കറിയാം 2. ഇനി ഞാൻ ഒരു 0 കൂടെ താഴോട്ട് ഇറക്കി. ശരിയാണോ? ഇനി നോക്കിയേ, ഇവിടെ വീണ്ടും 6 3 18. ശിഷ്ടം എത്ര കിട്ടി? 20-ൽ നിന്ന് 18 പോയാൽ 2. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇപ്പൊ നമുക്ക് ശിഷ്ടം പറയട്ടെ. ഇനി ഇവിടെ കൊടുക്കാൻ 0 ഒന്നും നമ്മുടെ ഇല്ല. ശരിയല്ലേ? അടുത്ത സ്റ്റെപ്പിൽ ഒന്നുമില്ല. ഈ കിട്ടിയ ആൻസർ കണ്ടോ? 166. ആ 166-നെ ഞാൻ അതുപോലെ അങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി അടുത്തതിന് ശേഷം ഈ 2-നെ എന്ത് ചെയ്യുന്നു? മുകളിലും എഴുതുന്നു. നമുക്ക് കിട്ടിയിരുന്ന നമ്മൾ കണക്ക് ചെയ്യാൻ തുടങ്ങിയ 3-ലെ അവൻ ഞാൻ താഴെയും എഴുതുന്നു. പരിപാടി കഴിയും. 166-ഉം 2/3 ആയിരിക്കും എന്റെ റൈറ്റ് ആൻസർ. 166-ഉം 2/3 എന്റെ റൈറ്റ് ആൻസർ. 500/3 എഴുതാം, തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ മിസ്റ്റർ ഭാഷണാക്കി എഴുതിയെന്നേ. അടുത്തത് 225 21/15. ഇവിടെ നിന്ന് ഡെസിമൽ ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് വലിയ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല അല്ലേ? നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, മേലും താഴെ കോമൺ ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇപ്പോഴേ അങ്ങ് പോവാം. അത്രേ ഉള്ള പരിപാടി. അപ്പൊ നോക്കുക, നിങ്ങൾക്ക് ടേബിൾ സ്ട്രോങ് ആണ്, ഇത് പെട്ടെന്ന് പറയാം. 21 ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ 20 അല്ല, അതൊക്കെ മേലെ പഠിക്കണം. 21 അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം 21 5 100. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തായിരുന്നു 21 5 105. ഇനി എന്തെങ്കിലും എല്ലാം ഉണ്ടോ? നോക്കിയേ, 15 300. അപ്പൊ നോക്കിക്കേ, 15 × 2 30 ആണല്ലോ. ഈ 0 ലാസ്റ്റ് ആണ്, അത് 10 ആണ്. അതവിടെ നിന്നോട്ടെ. 15 2 30 അല്ലേ? ആ 2 അങ്ങോട്ട് എഴുതുക. ബാക്കി ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 15 × 20 ആണ് 300. ഒറ്റ സ്റ്റെപ്പിൽ അത് കട്ട് ചെയ്ത് പോകും. നോക്കിക്കേ, 20 3 അല്ലേ 60. 20 × മൾട്ടിപ്ലൈ 20 × 3 ആണ് 60. അത്രയും കഴിഞ്ഞു. ഇനി നോക്കിക്കേ, 5 വെച്ച് 225 പറ്റത്തില്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? അല്ലെ നോക്കിക്കേ, 5 × 3 15 ആണ്. 3 15. ഡിനോമിനേറ്റർ 15. ഈ 15 × 15 ആണ് 225. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ആയി. അപ്പൊ ഇതിന്റെ ഫുൾ ആൻസർ എത്ര? 15. എന്തോ വലിയ സ്റ്റെപ്പ് എല്ലാം ചെയ്തോ? കാരണം 15 ടേബിൾ അറിയാൻ പറ്റുമെന്ന് പറയും. 15 × 15 ആണ്. 15ന്റെ സ്ക്വയർ എന്നൊക്കെ പറയും. 15ന്റെ സ്ക്വയർ ആണ് 225. അവിടെ സ്ക്വയറും ക്യൂബും ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയും. 15 × 15 225 കാണുമ്പോൾ അത് മനസ്സിലാണ് 15ന്റെ സ്ക്വയർ ആണ് കേട്ടോ. അതൊക്കെ വരുന്ന വഴി നമ്മൾ ഇനി വരുന്ന വീഡിയോസിലെല്ലാം അത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് നേരത്തെ ക്വസ്റ്റിലോട്ട് പോവാം. 2000 ഡിവൈഡ് ബൈ 1500 × 250 ബൈ 10 × 45/100. നോക്കിയേ, ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ട സ്റ്റെപ്പ് ഉണ്ട്. മുകളിൽ എത്ര 0 കിടപ്പുള്ളത് ചുമ്മാ നോക്കിയേക്കുക. ഇവിടെ 2000-ൽ 1 2 3 0, 250-ന് 1 0. എല്ലാം ഇൻഡു ചെയ്തേക്കുവാണെങ്കിൽ മാത്രമാണ് മൾട്ടിപ്ലിക്കേഷനിൽ. ഡിവിഷനിൽ നോക്കിയേ, 1 2 3 4 5 0 കിടപ്പുണ്ട്. മുകളിലെ എത്ര 0 ഉണ്ടോ അതിനെല്ലാം താഴത്തെ 0 ക്യാൻസൽ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതേ നോക്കിക്കോണേ, ഇവിടെ 2 0 ഇല്ലേ? ഞാൻ ഈ മുകളിലത്തെ 2 0 താഴത്തെ 2 0 കൂടെ ക്യാൻസൽ ചെയ്തു. ഓക്കെ ആണേ? ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ഞാൻ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ഇനി നോക്കിയേ, ഇവിടെ ഒരു 0-ഉം ഇവിടുത്തെ ബാലൻസ് ഉള്ള ഒരു 0 കൂടെ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ. ഇനി ഞാൻ വെട്ടിക്കളയാം. ഇത്രയും സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പാ. 0 എല്ലാം വെട്ടിക്കളയാം. ഇപ്പൊ നമ്പർ അങ്ങ് ചെറുതായി. എടാ മക്കളെ, അതേ നോക്കിയേ. ഇനി ഇവിടെ
15ഉം 45ഉം കൂടെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോയി. ഇവിടെ ഒരു 15 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്. 15 3 45. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി ആരൊക്കെ ഉണ്ട് സാറേ? 2 25 3 താഴെ ഒരു 10. ശരിയാണോ? ഇതേ നോക്കിക്കോണേ, 25 × 2 എന്ന് പറഞ്ഞാൽ 50. ശരിയാണോ? ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് മാറ്റി എഴുതുക. 25 × 2 എന്ന് പറഞ്ഞാൽ 50. ബാക്കി ഇൻറ്റു ഒരു 3 ഉണ്ട്, താഴെ ഒരു 10 ഉണ്ട്. ആ 0ഉം ഈ 0 ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യുന്നു. 5 × 3 എന്ന് പറഞ്ഞാൽ ബാക്കി 15 എന്ന് ആൻസർ. അടിയിൽ ഒന്നിട്ടോണ്ട് കാര്യമില്ല കേട്ടോ. ഏത് സംഖ്യ പറഞ്ഞാൽ ആ നമ്പർ തന്നെ. ഓക്കെ, സെറ്റ് ആയിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? മൊത്തം 0 ക്യാൻസൽ ചെയ്ത് കളയുക. അതിനുശേഷം എന്ത് ചെയ്യുക? വെട്ടിക്കളയാൻ പറ്റുന്നവരെല്ലാം വെട്ടിക്കളഞ്ഞേക്കുക. സെറ്റ്. ഓക്കെ, എന്നാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കി, ഇവിടെ ഡെസിമൽ വന്നിട്ടുണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം. നിങ്ങൾക്ക് 5ന്റെ ടേബിൾ അറിയാം, അല്ലെങ്കിൽ 25ന്റെ ടേബിൾ. 25 ടേബിൾ പഠിക്കണം. പഠിച്ച മാസ്റ്റർ ഒരുപാട് അടുത്ത് ഉപയോഗിക്കുന്നതാണ്. 25 × 5 മാത്രം മൾട്ടിപ്ലൈ എത്ര? 25 125. ഇന്ന് നോക്കി, ഇവിടെ കുറെ ഡെസിമൽ ഉണ്ട് അല്ലേ? കുറെ ഡെസിമൽ. എത്ര സ്ഥാനമുണ്ട്? ഇവിടെ ഒരു 3 ഡെസിമൽ, ഇവിടെ ഒരു 4 ഡെസിമൽ. അപ്പൊ ടോട്ടൽ 7 ഡെസിമൽ. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടുന്ന് 3 നമ്പറേ ഉള്ളൂ. അപ്പൊ വലത്തോന്ന് ഇടത്തോട്ട് ഒരു 7 സ്ഥാനം മാറ്റണം. ഇവിടെ ഓൾറെഡി 3 സ്ഥാനം എടുത്തല്ലോ. ഇനി എന്ത് ചെയ്യാം? 1 2 3 4. അപ്പൊ ടോട്ടൽ 7 സ്ഥാനമായില്ലേ? ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ ഇട്ടാൽ മതി. സിമ്പിൾ. നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ്. 0.0000125. ഓക്കെ, റൈറ്റ് ആൻസർ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ നടക്കുന്ന പോയിന്റിന് ശേഷം 1 2 3 4 സ്ഥാനമാണ്. അപ്പൊ ഇവന്മാരെ എല്ലാം കൂടെ ആദ്യം നേരത്തെ സ്റ്റെപ്പിലെ പോലെ ഏറെ എങ്ങെടുത്ത് ഇൻഡു ചെയ്യുക. അതേ നോക്കി, 5 × 2 10. ശരിയാണോ? × 6 × 12 കിടക്കുന്നത്. ശരിയാണേ. 12 × 6 12 × 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72. 72 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 720. എനിക്ക് ആൻസർ കിട്ടി 720. പക്ഷേ തീർന്നിട്ടില്ല. ഇതേ നോക്കിക്കോണേ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, ഇവിടുത്തെ 2, ഇവിടെ 3, ഇവിടെ 4 സ്ഥാനം മാറ്റിയാൽ പോയിന്റ് ഇടണം. ഇവിടെ 1 2 3 സ്ഥാനമേ ഉള്ളൂ. ഒരു പോയിന്റിന് ഒരു 0 കൂടെ അങ്ങോട്ട് കൊടുക്കുക, പോയിന്റ് 4 സ്ഥാനം മാറ്റി 0. അതെ, 0720 ആണ് റൈറ്റ് ആൻസർ. ആദ്യം എല്ലാവരും എടുത്ത് ചിന്ത ചെയ്യുമ്പോൾ 720 കിട്ടുന്നു. അപ്പം മൊത്തത്തിൽ 3 എണ്ണമേ ഉള്ളൂ. ഒരു സ്ഥാനം കൂടെ കിട്ടാൻ വേണ്ടി 0 കൊടുക്കുന്നു, പോയിന്റ് ഇടുന്നു. 0.0720 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയാണ് നമ്മള് നെഗറ്റീവ് നമ്പേഴ്സിലേക്ക് കടക്കാൻ പോകുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് -2 × -5 -4 × 3 -10 × 2 2 × -4 എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ ഇൻഡു ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ നെഗറ്റീവ് നമ്പർ എപ്പോൾ എവിടുന്ന് വരുന്നത്? നമുക്ക് നമ്മുടെ നമ്പർ ലൈൻ അനുസരിച്ച് നമ്പർ ലൈൻ 0ക്ക് ലെഫ്റ്റിലേക്കുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? നമ്പർ ലൈൻ. ചുമ്മാ ഒരു നമ്പർ ലൈൻ കാണിച്ചു നോക്കും. ഒരു ലൈൻ ഞാൻ ചുമ്മാ ഇങ്ങനെ ലൈൻ ഇട്ടു. ഞാൻ സെൻട്രൽ ഒരു പോയിന്റ് 0 എന്ന് മാർക്ക് ചെയ്യുന്നു. നമുക്കറിയാവുന്ന ഏതൊക്കെയാണ്? 1 2 3 4 ഇങ്ങനെ അങ്ങോട്ട് പോകുന്നവരാണ്. ഇതിൽ ഇടത്തോട്ട് പോകുന്നവരാണ് -1 -2 -3 ഇങ്ങനെ പോകുന്നവരാണ് നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി ആലോചിച്ചു, -2 ആണോ -1 ആണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? രണ്ടാണല്ലോ. അതെ, എപ്പോഴും പറയും 2 ആണല്ലോ വലുത്, -2 ആണല്ലോ വലുത്. പക്ഷേ ഞാൻ പറയുന്നു അത് തെറ്റാ. എപ്പോഴും ആലോചിക്കുക, നമ്പർ ലൈനിൽ ലെഫ്റ്റിൽ നിന്ന് വലത്തോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് നമ്പേഴ്സ് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പൊ -2 ആണോ -1 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -1 ആണ് വലുത്, -2 ചെറുത്. ഓക്കെ ആണ്. അത് ചുമ്മാ മനസ്സിലാക്കി ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നോക്കിയേ, 2 പോസിറ്റീവ് നമ്പേഴ്സിനെ തമ്മിൽ ഇൻഡു ചെയ്താൽ ആൻസർ എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും. 2 നെഗറ്റീവുകളെ തമ്മിൽ എന്താണെന്നുള്ളത് കണക്ക് വരുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. മൈനസുകളെ തമ്മിൽ ഇൻഡു ചെയ്താൽ പ്ലസ് ആയിരിക്കും. പ്ലസ് ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും തമ്മിൽ ഇൻഡു ചെയ്താലോ ആൻസർ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറോട് ഇൻഡു ചെയ്താലോ അപ്പോഴും ആൻസർ സെയിം സൈൻ കൊണ്ട് ഇൻഡു ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിഫറൻറ്റ് സൈൻ വന്നാൽ മാത്രം നെഗറ്റീവ് ആയിരിക്കും. അത് ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2 ഇത് -2 -4 2 നെഗറ്റീവ് നമ്പേഴ്സിനെ തമ്മിൽ ഇൻഡു ചെയ്തേക്കുമല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ നോർമൽ 2 നമ്പേഴ്സിനെ തമ്മിൽ ഇൻഡു ചെയ്യുന്നു. 4 × 2 എന്ന് പറഞ്ഞാൽ അത് 8 ആണ്. ബാക്കി 2 നെഗറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ. 2 നെഗറ്റീവ് തമ്മിൽ ഇൻഡു ചെയ്ത ആൻസർ പോസിറ്റീവ്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സാറേ 3 നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? അതൊരു ചോദ്യം. -2 × -4 × -5 ഇങ്ങനെയായിരുന്നു വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഞാൻ ഈ നമ്പേഴ്സിനെ മുകളിൽ ഇൻഡു ചെയ്യണേ. 4 2 8 8 5 40. ഇനി നോക്കിക്കേ, ഈ 2 നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഇൻഡു ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവ് ആയിട്ട് മാറി. അപ്പൊ ഇവന്മാരാണ് ഇൻഡു ചെയ്തപ്പോൾ എത്രയായി? പോസിറ്റീവായി. ബാക്കി പോസിറ്റീവ് ഇൻഡു അടുത്ത് എന്താണ്? നെഗറ്റീവ് ആണ്. പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കൂടി ഇൻഡു ചെയ്താൽ ആൻസർ അപ്പോഴും എന്തായിരിക്കും?
അതാ നെഗറ്റീവ് ഡിഫറൻസ് സൈനാണ് നെഗറ്റീവ് എന്നല്ലേ തൊട്ടും നെഗറ്റീവ്. അതെ. അപ്പൊ ഞാൻ പറയട്ടെ 3 നെഗറ്റീവുകളെ തമ്മിൽ ഇൻഡിവിജ്വൽ ആൻസർ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ. ഓക്കെ. അതേ അർത്ഥം ഓഡ് നമ്പേഴ്സിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ്. അതെ. അതായത് 1, 2, 3 നെഗറ്റീവുകൾ അല്ലെങ്കിൽ 5 നെഗറ്റീവ് അല്ല 7 നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. അടുത്തത് -8/25. ഇവിടെ എത്ര നെഗറ്റീവ് ഉണ്ട്? ഒരു നെഗറ്റീവ്. അപ്പൊ ഈ സംഖ്യ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ഒരു സംഖ്യയുടെ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് ചെയ്തതിന്റെ സൈൻ കൊടുക്കുന്നത്. അപ്പൊ പോസിറ്റീവ് നമ്മൾ നോർമലി എന്ത് ചെയ്യാറില്ല? കാണിക്കാറില്ല. അപ്പൊ 50 എന്ന് എഴുതിയാൽ അതിന്റെ ലെഫ്റ്റിൽ എന്താ? പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ സംഖ്യ നെഗറ്റീവ് സംഖ്യ ആയതുകൊണ്ടാണ്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എത്ര? ആൻസർ എപ്പോഴും നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഡിഫറൻസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ നെഗറ്റീവ് ആണ്. 25 × 8 25 ടേബിൾ പഠിക്കണം. 25 200 ആണ് മൾട്ടിപ്ലൈ. അത്രേ ഉള്ളൂ പരിപാടി. -200 ആൻസർ. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ. -10 × -16. -10 × -16 രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ്. 16 × 10 എനിക്കറിയാം 160. മനസ്സിലായി. 16 × 10 എങ്ങനെ എഴുതും? 16 എഴുതുന്നു, ഒരു പൂജ്യം. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ 2 മൈനസുകളെ തമ്മിൽ ഇൻഡിവിജ്വൽ എനിക്കറിയാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്യുന്നില്ല? പോസിറ്റീവിനെ നമ്മൾ കാണിച്ചില്ല. 160 ആണ് നമ്മുടെ ഫൈനൽ. അത് സ്റ്റാൻഡേർഡ് ആട്ടോ. പോസിറ്റീവ് നമ്മൾ കാണിക്കാത്ത സ്റ്റാൻഡേർഡ് കാണിക്കുന്നത്. ചുമ്മാ പ്ലസ് എഴുതി വെക്കാറില്ല. നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ കാണിക്കാം. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയല്ലോ. ഓക്കെ. ഓക്കെ. ഇനി ഒരു 11 എന്ന് പറയുന്ന സംഖ്യകൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. സാർ തന്നെ പറഞ്ഞു 11 എന്ന് പറയുന്ന സംഖ്യകളെ ഇൻഡു ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേകത ഉണ്ട് അല്ലേ? 11ന്റെ ഒരു മാജിക് ആണ്. നിങ്ങൾ എക്സാമിന് പോകുന്ന, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ഒരു എക്സാമിന് കോമ്പറ്റേറ്റീവ് പഠിക്കുന്നവരായിക്കോട്ടെ, ഇത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 11 ഒരുപാട് എടുത്ത് കാൽക്കുലേഷൻ വരും. ഇപ്പൊ നോക്കിക്കേ, 11 × 121 എന്തോ ചെയ്യണം? സിമ്പിൾ പരിപാടി. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ 1 2 3 3 ഡേറ്റ് ഉണ്ടല്ലോ. ആ നിങ്ങൾ റൈറ്റിൽ നിന്ന് നോക്കുക. ആ റൈറ്റിൽ നിന്ന് 3 എടുത്ത് അങ്ങോട്ട് എഴുതാം. ഓക്കെ അല്ലേ? എപ്പോഴും അങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റിന്റെ ഡേറ്റ് അതുപോലെ ആദ്യം എടുത്ത് എഴുതാം. ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കണം. ആദ്യം ഇവന്മാർ തമ്മിൽ കൂട്ടുക. 3 × 2 5. ഇനി അടുത്ത് എന്ത് ചെയ്യുക? ഈ 2 ഒന്നുകൂടെ കൂട്ടുക 3. പിന്നെ ലെഫ്റ്റിൽ ആ ഡേറ്റ് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. 1353. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അടുത്ത ഒന്നുകൂടെ ചെയ്യാം. നോക്കിക്കേ 11 കൊണ്ട് 4126 മൾട്ടിപ്ലൈ ചെയ്യണം. നോർമലി മൾട്ടിപ്ലൈ കുറേ സമയം പോകത്തില്ല. എന്ത് ചെയ്താൽ മതി? റൈറ്റിൽ 6 എടുത്ത് അങ്ങോട്ട് എടുത്ത് എഴുതി വെക്കുക. അതെപ്പോഴും ഫിക്സ് ആണ്. ഈ 2 സ്റ്റെപ്പ് ഫിക്സ് ആണ്. അടുത്തത് 7 6 കൂടെ കൂട്ടുക 13. പക്ഷെ ഇവിടെ 2 ഡിജിറ്റ് വന്നില്ലേ? 2 ഡിജിറ്റ് വന്നാൽ, കൂട്ടുമ്പോൾ 2 ഡിജിറ്റ് വന്നാൽ ആ ഒരു 1 ക്യാരി ഓവർ ആയിട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അടുത്തത് 8 7 എത്ര? 15. നേരത്തെ ഒരു ഒന്നുണ്ടല്ലോ 16. പിന്നെ എന്താ? ആ ഒരു ഒന്ന് മാറി പിന്നെ ഒരു ക്യാരി ഓവർ ഒന്നുകൂടെ വരത്തില്ലേ? അപ്പൊ ഇങ്ങനെ നോക്കി 8 4 കൂടെ കൂട്ടുക 12. 12 1 13 1. 13 3 എഴുതിയിട്ട് ആ 1 ക്യാരി ഓവർ ആയിട്ട് മാറ്റി സൂക്ഷിക്കുക. അല്ല മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. അടുത്തത് ഈ ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞ ആ 4 എടുത്ത് അതേപോലെ എഴുതണം. പക്ഷെ ഇവിടെ നേരത്തെ ഒരു 1 ക്യാരി ഉണ്ടല്ലോ. 4 1 5. ബട്ട് ഇതിങ്ങനെ നിങ്ങൾ ഇതുപോലെ കുറെ നമ്പർ ചുമ്മാ ചെയ്താൽ മതി. പെട്ടെന്ന് സംഭവം കിട്ടും. അടുത്ത ഇത് കുറച്ച് വലിയ സംഖ്യയാണ്. ഇതെന്തോ ചെയ്യണം? സിമ്പിള്. ആദ്യം 3 എടുത്ത് അങ്ങോട്ട് എഴുതുക. അവസാനത്തെ നമ്പർ എടുത്ത് ആദ്യം എഴുതുക. 3 × 2 5. പെട്ടെന്ന് 3 2 5 8 2 10. സിസ്റ്റം 1 പോവും. പിന്നെ എത്രയാണ്? 8 4 12 1 13 ശിഷ്ടം 1. 5 4 9 1 10 0 ശിഷ്ടം 1. 6 5 11 12 2 ഇഷ്ടം 1. 7 6 13 1 14 4 ഇഷ്ടം 1. പിന്നെ ലാസ്റ്റത്തെ 7 എടുത്ത് എഴുതണ്ടേ? പക്ഷെ ഒരു 1 പോകുന്നുണ്ട്. 7 1 8. ഇത്രയും വലിയ സംഖ്യ ഉണ്ടോ? പെട്ടെന്ന് ചെയ്താണ്ടോ? എത്ര വലിയ സംഖ്യ ആണെങ്കിലും 11 ആണെങ്കിൽ ഇതാണ് ട്രിക്ക്. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു. മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ഏറ്റവും, ഇനിയും ക്ലാസ് ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. നോട്ട്സ് എഴുതി തന്നെ പഠിക്കണം. കണക്കാണ്, സിമ്പിൾ അല്ലേ? അവർ പറഞ്ഞ സിമ്പിൾ ആയിട്ട് പറയുമല്ലേ? അങ്ങനല്ല. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് എഴുതി തന്നെ പഠിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഡൗട്ട്സ് വരുവാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? വന്ന് കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ക്ലാസ് തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്